ഇവിടെ ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പാർട്ടിയാണ്. ഓ, മന്ത്രിയുടെ പാർട്ടിക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. മന്ത്രിയുടെ ഉത്തരവ് യാതൊരു പുല്ലുവില പോലും രണ്ട് ദിവസമായില്ലേ, എന്നിട്ട് ഒരു തീരുമാനവും ഇല്ല. ഇതവരെ ദേശാഭിമാനി വാർത്ത കണ്ടല്ലാണ് നമ്മൾ ഈ പരാതി കൊടുത്തത്. ദേശാഭിമാനിലുള്ള വാർത്ത സെപ്റ്റംബറിൽ മാസത്തിലൊന്ന വാർത്തയുടെ പുറത്താണ് നമ്മൾ ഈ പരാതിയായിട്ട് നിലം പൂർവ്വസ്ഥിതി. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. സർക്കാർ അഴിമതി ആണ് എന്ന് പലതവണ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തലപ്പത്തല്ല, അതിന്റെ താഴെ തട്ട് തുടങ്ങി നടക്കുന്ന അഴിമതികൾ ചെറുതല്ല എന്ന് ഞാൻ പല ആവർത്തിയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ നടക്കുന്ന ഭൂമി തട്ടിപ്പ് അല്ലെങ്കിൽ ഭൂമി പരിവർത്തനം വലിയ അഴിമതിയാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് എന്നിട്ട് ബാക്കി പറയാം. ചേട്ടാ നമസ്കാരം. എന്താ ചേട്ടാ പ്രശ്നം? എന്താണ് പരാതി? പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പാടശേഖരം 5 കൃഷിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നികത്തലിന്റെ ഭാഗമായിട്ട് നടത്തുന്നതുള്ള കൃഷിയാണ്. ഏകദേശം 5.5 ഏക്കറുള്ള പാടശേഖരത്ത് 1.5 ഏക്കറോളം നികത്തി കഴിഞ്ഞു, 1 ഏക്കറോളം നികത്തി കഴിഞ്ഞു. പല ഭാഗത്തും ഒരു ഹിറ്റാച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ തടയുമ്പോൾ. വേസ്റ്റ് ഉൽപ്പന്നങ്ങൾ വെച്ചാണ് ഇവിടെ ഈ നികത്തിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ അപ്പോൾസറി ചെയ്തിട്ടുള്ള വേസ്റ്റുകള്, ബാർബർ ഷോപ്പിലെ വേസ്റ്റുകള്, പിന്നെ നമുക്ക് വേറെ രീതിയിലുള്ള വേസ്റ്റുകള്, ഇതെല്ലാം വെച്ച് നികത്തിയിട്ട് മേളില് മണ്ണ്. ഒരു ചെറിയ ഹിറ്റാച്ചി വരെ ഇവിടെ ഉണ്ടായിരുന്നു. സമീപകാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധം മൂലമാണ് ആ ഹിറ്റാച്ചി ഇവിടെ നിന്ന് മാറ്റാൻ ഇടയുണ്ടായത്. ഇത്തരത്തിലുള്ള ഈ പ്രശ്നത്തില് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രി പി രാജീവിന്റെയും ഉത്തരവ്. ഇതാണ് ഉത്തരവ്. കരുതലും കൈത്താങ്ങും. അതായത് ഈ നിലനികത്തൽ നിയമവിരുദ്ധമായി നടക്കുന്ന പരാതി പ്രത്യേകം വില്ലേജ് ഓഫീസർ പരിശോധിച്ച് നിയമാനുസൃത നടപടി സ്വീകരിക്കുക. പോലീസ് വില്ലേജ് ഓഫീസർ സംയുക്തമായി പരിശോധിക്കുക. കളക്ടർ ഉത്തരവ് അനുസരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരാഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കുക. 24/12 കൊടുത്താണ്. 2024 ഡിസംബർ 24 ഉത്തരവ് ഇറങ്ങിയതാണ്. ഉത്തരവിന്റെ പകർപ്പ് കണ്ടോ? എന്നിട്ട് ഇതേവരെ ഇത് തീർപ്പാക്കി യാതൊരു നടപടിയും ഇത് വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ അപേക്ഷയില് ഈ നിലം ഇത് പുരയിടമാണോ നിലമാണോ എന്നുള്ളത് കൊടുത്തിരുന്നു. ഇത് പുരയിടമാണ്, പുരയിടം അല്ലയോ എന്നുള്ളതിൽ ഇത് പൂർവ്വ നിലം തന്നെയാണത്. സർക്കാരിലേക്കാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് മറുപടി നൽകുന്നത് സംബന്ധിച്ച് താങ്കളുടെ 24/9/2024 വിവരാവകാശ അപേക്ഷ പ്രകാരം ലഭിച്ച പരിശോധന നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ 15-ാം വാർഡിൽ നീറാലിപ്പാടം എന്ന പാടശേഖരം നികത്തുന്നതിനും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനും ഈ കാര്യാലയം മുഖേന അനുമതി നൽകിയിട്ടില്ല എന്ന വിവരം അറിയിക്കുന്നു. ഇതാണ് JCB കിടക്കുന്നത്. കണ്ടാ JCB കിടക്കണ ഈ JCB ആണ് എപ്പോഴും മാറ്റം വന്നത്, മാറ്റി വെച്ചാണ് ഈ പ്രതിഷേധത്തിന് ശേഷം. ഇതാണോ വേസ്റ്റ് കിടക്കണം എന്ന് പറഞ്ഞ ഇത് ഹോട്ടൽ വേസ്റ്റുകൾ, ഹോട്ടലിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഈ പ്ലാസ്റ്റിക് ഏർപ്പാട് തന്നെയാണ് ഇവിടെ പലയിടങ്ങളിലും കുഴിച്ചിട്ടേക്കുന്നത്. ഇതാണ് ഈ കിടക്കണ ഇത് മാറ്റാൻ സമ്മതിച്ചില്ല. ഇത് ഇവിടെ രണ്ടുപേരുണ്ടല്ലോ. ഇത് ഇതിനു മുമ്പ് ആ നികത്തുന്നതിന് പടിയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ കൊണ്ടുവന്ന് ഇവിടെ നിലം നികത്തുന്ന സമയത്ത് ഞങ്ങൾ തടഞ്ഞതിന്റെ ഫോട്ടോസാണ്. ഇതാണ് ഈ കെട്ടിടം. ഇത് കെട്ടിടം എന്ന് വെച്ചാൽ മോട്ടോർ ഷെഡിനുള്ള അനുവാദം എന്ന് പറയുന്നത് കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ ഷെഡാണ് ഈ കാണുന്നത്. കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ ഷെഡിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ആയിട്ടുള്ള മോട്ടോർ ഷെഡാണ് കാണുന്നത്. കെ രാജൻ, റവന്യൂ മിനിസ്റ്റർ, കേരളം റവന്യൂ മിനിസ്റ്റർക്ക് ഓൺലൈനില് മെയിലിൽ പരാതി ചെയ്തിട്ടുണ്ട്. മിനിസ്റ്ററിന്റെ മെയിലിലേക്ക് പരാതി അയച്ചിട്ടുണ്ട്. പരാതികൾ ഉണ്ടായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ഈ പാർട്ടി ആരാണ്?
പാർട്ടിയാരാണെന്ന് നമുക്കറിയില്ല. സ്ഥലം മേടിച്ചേക്കണത് പലരും പല സ്ഥലത്തു നിന്നുള്ള മേടിച്ചേക്കണത് അറിയില്ല, നമുക്കറിയില്ല. നമ്മൾ ഇതിങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോ പത്രത്തില് സർക്കാരിന്റെ ഉത്തരവുകളും ബാക്കി എല്ലാം നടപ്പാക്കാതെ വെല്ലുവിളിക്കുന്ന ഇത് ആരാന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദിച്ചു. അതിനെ കുറിച്ച് നമുക്കൊരു പിടുത്തമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലനികത്തൽ പരിപാടി അനധികൃതമായ നിലം പൂർവ്വസ്ഥിതിയിലാക്കുന്നുള്ള ദേശാഭിമാനി വാർത്ത കണ്ടല്ലാണ് നമ്മൾ ഈ പരാതി കൊടുത്തത്. ദേശാഭിമാനിലുള്ള വാർത്ത സെപ്റ്റംബർ മാസത്തിലൊന്ന വാർത്തയുടെ പുറത്താണ് നമ്മൾ ഈ പരാതിയായിട്ട് പോയത്. നികത്തിയ നിലം പൂർവ്വസ്ഥിതി അത് 90 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞേക്കണേ. എല്ലാ കളക്ടർമാരുടെയും ആരാണ് എന്താണെന്നും നമുക്കറിയില്ല. കർശന നടപടി ഇവിടെ പണിക്കാർ ഇവിടെ നിൽക്കുന്നു. ഊർജിതമാക്കും. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലയിലും പട്ടയമേള എടുക്കും. ഭൂമി തരംമാനുള്ള അപേക്ഷ തീർപ്പാക്കാൻ ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെ അദാലത്ത് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാര്യക്ഷമമായി ഇടപെടാനും പരിഹാരം കാണാനും തഹസീൽദാർമാരെ പങ്കെടുപ്പിച്ച് സംസ്ഥാനത്ത് 4 മേഖലാ യോഗങ്ങൾ നടത്തുന്നതിനും മന്ത്രി അറിയിച്ചു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, ജോയിന്റ് കമ്മീഷണർ എ ഗീത, റവന്യൂ അഡീഷണൽ സെക്രട്ടറി ഷീബ ജോർജ്, സർവേ ഡയറക്ടർ ഈറാം സാമ്പശിക റാവു തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് ഭരിക്കണത് ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവ് കൊടുത്താണ് ഇതാക്കാൻ പറഞ്ഞേട്ടെ. ഇവിടെ ഈ മണ്ണ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറയട്ടെ. ഇവിടെ ഭരിക്കണത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പാർട്ടിയാണ്. ഓ, മന്ത്രിയുടെ പാർട്ടിക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. മന്ത്രിയുടെ ഉത്തരവ് യാതൊരു പുല്ലുവില പോലും പുല്ലുവില 2 ദിവസമായില്ലേ, എന്നിട്ട് ഒരു തീരുമാനവും ഇല്ല. ഇതവരെ കേട്ടല്ലോ. മന്ത്രി ഉത്തരവിറക്കി, ജില്ലാ മജിസ്ട്രേറ്റിലൂടെ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ഭരിക്കുന്ന കേരള സംസ്ഥാനം ഭരിക്കുന്ന അവരുടെ അതേ പാർട്ടി തന്നെയാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്തും ഭരിക്കുന്നത്. എന്നിട്ടാണ് ഇത്രയും വലിയ അഴിമതി ഇവിടെ വീണ്ടും ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും യാതൊരു നടപടികളുമില്ലാതെ മിണ്ടാതിരിക്കുന്നത് സാമ്പത്തിക ലാഭം കൊണ്ടാണോ അതോ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് ഈ സ്ഥല ഉടമയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. എന്തായാലും അഴിമതി നടത്തിയത് മിണ്ടാതിരിക്കാൻ ജനകീയ വാർത്താ ടീമിനാവില്ല. നടപടികളുമായി തന്നെ മുന്നോട്ട് പോകണം. നടപടി എത്രയും പെട്ടെന്ന് തീർപ്പുണ്ടാക്കണം. അല്ലെങ്കിൽ മന്ത്രിയുടെ ഉത്തരവിന് ഒരു വിലയുമില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തും. അത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇത് കാണിച്ചെങ്കിൽ നാളെ ഇതിലും വലുതും ചെറുതുമായി ഓരോ നിലവും നികത്തി വരും. വീണ്ടും 2018 ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ നികത്തിയ പാഠവും പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.